വൈവിധ്യമാർന്ന പരിപാടികളുമായി ആനുവൽ ഡേ ആഘോഷമാക്കി കോഴിക്കോട് അമൃത വിദ്യാലയം. വെള്ളിമാടുകുന്ന് ആശ്രമാങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ പ്രശസ്ത നർത്തകി ഗായത്രി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിനൊപ്പം കലയ്ക്കും കായിക മേഖലയ്ക്കും പ്രാധാന്യം നൽകണമെന്ന സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ കാഴ്ചപ്പാടാണ് അമൃത വിദ്യാലയങ്ങളിലെ ഓരോ ആഘോഷങ്ങളും. സർഗവാസനകൾക്ക് പ്രോത്സാഹനമേകാൻ കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃത വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച അമൃതോത്സവ ആശ്രമ അങ്കണത്തെ വർണ്ണാഭമാക്കി. ആഘോഷ പരിപാടികൾ പ്രശസ്ത നർത്തകി ഗായത്രി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ വിദ്യാലയം ചെയ്തത് കുട്ടികളെ ഈ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കലാണ്. ഈ കുട്ടികൾക്ക് ഇങ്ങനെയും ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക, അത്രേ വേണ്ടു. അവരുടെ വേദി, അവരുടെ രീതി, അവരുടെ കല എന്ത് എന്ന് അവർ തിരഞ്ഞെടുക്കട്ടെ. ആ തിരഞ്ഞെടുപ്പിലൂടെ അവർ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാകട്ടെ. മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നന്ദി എല്ലാത്തിനോടും വേണം, സകലതിനോടും. അമ്മയോട്, അച്ഛനോട്, അധ്യാപകനോട്, പഠിച്ച സ്കൂളിനോട്, പഠിക്കുന്ന പുസ്തകത്തോട്, ഉപകരിക്കുന്ന നമ്മളെ പേനയോട്, എല്ലാത്തിനോടും ആ സ്നേഹം വഴിഞ്ഞൊഴുകുമ്പോൾ മാത്രമാണ് ജീവിതം. അവിടെ ആനന്ദമുണ്ട്, അവിടെ നൃത്തമുണ്ട്, അവിടെ സംഗീതമുണ്ട്, എല്ലാം ഉണ്ട്, സകലതുമുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മരവിപ്പ് നമുക്കെല്ലാം ബാധിക്കും, നമ്മുടെ സമൂഹത്തെ മൊത്തം ബാധിക്കും. അമ്മയുടെ സ്ഥാപനത്തിൽ കിട്ടുന്ന അധ്യയന മികവ് മറ്റൊരിടത്തും കിട്ടില്ലെന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അന്തർദേശീയ ബാസ്കറ്റ്ബോൾ താരം നീന സദാനന്ദ് പറഞ്ഞു. അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി വിദ്രുപാമൃത ചൈതന്യ അധ്യക്ഷ പ്രസംഗം നടത്തി. അമൃതജ്യോതി ഡിജിറ്റൽ മാഗസിൻ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഹെഡ് ഗേൾ സിയാനി കൃഷ്ണ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സയൻസ് ഡിപ്പാർട്ട്മെന്റ് HOD രേഷ്ണു സുരേഷ്, ഹെഡ് ബോയ് ഷാൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കലാകായിക മത്സരങ്ങളുടെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ആനുവൽ ഡേക്ക് മാറ്റുകൂട്ടി. അമൃത ന്യൂസ് കോഴിക്കോട്.